ജസവുമും കഴിഞ്ഞ് നമ്മളിപ്പോൾ മുക്തിനാഥിലേക്കുള്ള യാത്ര അതിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. താരങ്ല എന്നറിയപ്പെടുന്ന മലനിരകൾക്ക് താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. താരങ്ല എന്ന ചൈനീസ് നാമമാണിതിൻ്റെത്. എന്നാൽ അന്നപൂർണേശ്വരി മലനിരകളെ കണ്ടുകൊണ്ടുള്ള യാത്ര ഇപ്പോൾ പ്രത്യേകമായ മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. താരങ്ല പാസിന് എത്തില്ലെങ്കിൽ ഏറ്റവും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്തുവാനാകുന്നത് മുക്തിനാഥേശ്വരന് മുന്നിലാണ്. മുക്തിനാഥ് നാരായണ സ്വരൂപം 108 തിരുപ്പതികളിൽ 106ാമതായി നിലകൊള്ളുന്ന തിരുസാളഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം കാണുവാനായി നമ്മൾ എത്തുന്നു. ശരിക്കും ജസോമിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ചെറിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും യാത്ര മുന്നോട്ട് പോകാൻ കുറച്ചു നേരം വൈകുകയും പിന്നീട് മറ്റു വാഹനങ്ങൾ കണ്ടുപിടിച്ച് പലരും പല ഗ്രൂപ്പുകളായി പിരിയേണ്ടി വരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് ശരിക്കും അവിടെ നിന്നേ ഉള്ള യാത്രകളെക്കുറിച്ച് പറയുവാൻ നമുക്ക് സാധിക്കാതെ പോയത്. ദൃശ്യങ്ങളിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കുകയാണ് ഉണ്ടായത്. പലയിടത്തും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കാതെ പോയി. ഏതായാലും മഞ്ഞുണ്ട്, ചെറുതായി മഞ്ഞ് വീഴുന്നുണ്ട്, ചെറിയൊരു മഴ പെയ്തു. കാലാവസ്ഥ എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ആ മുക്തിനാഥനെ കാണണമെന്നുള്ള, മുക്തീശ്വരനെ കാണണമെന്നുള്ള, ആ സ്വയം വ്യക്ത ക്ഷേത്രം കാണണമെന്നുള്ള ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനി മെല്ലെ പടികൾ കയറാണ്. ഏതാണ്ട് 300 പടികൾ കയറി നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. മെല്ലെ മെല്ലെ പടികൾ കയറാൻ തുടങ്ങുകയാണ്. ബുദ്ധമതക്കാരും ഹിന്ദു മതക്കാരും ഒരുപോലെ ആരാധിക്കുന്ന കൈലാസം പോലെ തന്നെ മുക്തിനാഥവും 2 മതവിശ്വാസത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ്. ഹിന്ദുമതത്തിൽ ഇത് നാരായണ സാന്നിധ്യമായി, വിഷ്ണു സാന്നിധ്യമായി 108 ദിവ്യദേശങ്ങളിൽ 106ാമത്തെ സാളഗ്രാമം, തിരുസാളഗ്രാമം എന്ന് പറഞ്ഞല്ലോ. ആൾവാർമാർ ഈ ദേശത്തെക്കുറിച്ച് പാടി പുകഴ്ത്തിയിട്ടുണ്ട്. 4000 ദിവ്യ പ്രബന്ധങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിരുമങ്കൈ ആൾവാർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പാടലുകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുക്തിനാഥനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നും കൂടി പറയേണ്ടതുണ്ട്. തിബറ്റൻ ബുദ്ധിസം, ഈ ബുദ്ധമതത്തിന് തന്നെ പല ഭാവങ്ങളുണ്ട്. തിബറ്റിലൊന്ന്, ചൈനയിലൊന്ന്, ലാവോസിൽ നിന്ന്, അങ്ങനെ പല പല ഭാവങ്ങളുണ്ടല്ലോ. ഇതിൽ തിബറ്റ് ബുദ്ധമതത്തിന്റെ ഗുരുവായ ഗുരു റിംപോച്ചെ എന്നവർ വിശേഷിപ്പിക്കുന്ന പത്മസംഭവ ധ്യാനത്തിലിരുന്നത് ഈ മലകൾക്ക് മുകളിലാണ്. അതുകൊണ്ടാണ് ആ ധ്യാനത്തിലിരുന്ന ഗുരു റിംപോച്ചയെ വണങ്ങുവാനാണ് ബുദ്ധമതക്കാരെല്ലാം ഇവിടേക്ക് വരുന്നത്. എന്നാൽ ഹിന്ദു മതക്കാരാകട്ടെ നാരായണനെ വണങ്ങുവാൻ. ഈ അടുത്ത കാലത്താണ് ഈ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണ് എന്ന് ഉറപ്പിക്കുന്നതും അതങ്ങനെ തന്നെയാണ് ചരിത്രം എന്നത് സ്ഥാപിക്കുന്നതും. എന്നാലും തിബറ്റൻ ബുദ്ധമതത്തിലുള്ളവർ ഇന്നും തങ്ങളുടെ ഗുരുവിനെ കാണാൻ, ഗുരു റിംപോച്ചയെ കാണുവാനായി ഇവിടേക്ക് വരാറുണ്ട്. കയറ്റം ഏതാണ്ടൊരു പകുതിയാകുമ്പോൾ ഒരു ചെറിയ കുന്നിന് മുകളിൽ കുറെ ബുദ്ധസ്തൂപങ്ങളും ഒരു വളരെ വലിപ്പമുള്ള ബുദ്ധന്റെ പ്രതിമയും കാണാം. ഇവിടെ നമ്മൾ നേപ്പാളിൽ ബുദ്ധമതത്തെക്കുറിച്ച് പറയുമ്പോൾ ഗൗതമ ബുദ്ധനേക്കാൾ കൂടുതൽ ബോധിസത്വനെയും അതുപോലെ തന്നെ അതിനു മുന്നേയുള്ള ആദ്യ ബുദ്ധനെയും കുറിച്ച് പരാമർശിക്കുന്ന കേൾക്കാം. അതായത് ഗൗതമ ബുദ്ധന് മുന്നേയുള്ള ബുദ്ധന്മാരെ കുറിച്ച് കൂടുതലായുള്ള പരാമർശങ്ങൾ നേപ്പാളിൽ വന്നാലാണ് നമുക്ക് മനസ്സിലാവുക. ഏതായാലും മുക്തിനാഥിലേക്കുള്ള നമ്മുടെ കയറ്റം പകുതി വഴി എത്തുമ്പോൾ ഇങ്ങനെയാണ് ബുദ്ധനെ കാണുന്നത് പറഞ്ഞത്. ബുദ്ധനെ കാണുന്നതിൻ്റെ നേരെ എതിരായിട്ട് 3 തട്ടുകളിലൊരു ശ്രീകോവിൽ. അവിടെ ഓം നമഃശിവായ എന്ന് എഴുതിയിരിക്കുന്നു. ഒരിടത്ത് മഹാദേവൻ, ഒരിടത്ത് ബുദ്ധൻ. ഈ 3 തട്ടുകളിലെ ശ്രീകോവിൽ നോക്കുക, ആ ഒരു ചെമ്പോട് മേഞ്ഞിട്ടുള്ള നിർമ്മിതിയും അതിൻ്റെ ഒരു മേൽക്കൂരയും പിന്നെ കഴുക്കോലുകൾ കൊടുത്തിരിക്കുന്ന രീതിയും ഒക്കെ കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണ രീതിയോട് ഏതാണ്ട് ചില സമാനതകൾ, പൂർണ്ണമായിട്ടും ഉണ്ടെന്നല്ല, ചില സമാനതകൾ പുലർത്തുന്നു എന്ന് കാണാം. ഇവിടെ നമ്മൾ നേപ്പാളിലെ ഏത് ക്ഷേത്രങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള നിർമ്മാണ രീതിയാണ്. 3 തട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക്, പ്രത്യേകിച്ച് മുക്തിനാഥിലേക്ക് വരുമ്പോൾ കെട്ടിടങ്ങളുടെ എല്ലാം നിർമ്മാണ രീതിയും അതുപോലെ ജനലുകൾ ഉറപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ശക്തമായ കാറ്റാണ് എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ ഈ കാറ്റ് എപ്പോഴും ഉള്ളതുകൊണ്ട് ആ കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ മുക്തിനാഥിലേക്കുള്ള വഴി പകുതിയായിട്ടുള്ളൂ, ബാക്കി പകുതി നമുക്ക് കയറാം.
ബുദ്ധനെയും മഹാദേവനെയും ഒന്നെന്ന് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. മുക്കോടി ദൈവങ്ങളെയും ഗർഭത്തിൽ വഹിക്കുന്ന ഗന്ധകീ നദി 108 തീർത്ഥങ്ങളായി ഇവിടെ ഒഴുകി വരുമ്പോൾ ആ 108 തീർത്ഥങ്ങളിലും ഒന്ന് സ്നാനം ചെയ്യുവാൻ, ഒപ്പം മുക്തി തീർത്ഥങ്ങൾ എന്നറിയപ്പെടുന്ന 2 മുക്തി കുണ്ഡങ്ങളിലും സ്നാനം ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ഇത് ജന്മപുണ്യമാണ്. മോക്ഷയോടൊപ്പം തന്നെ എല്ലാവർക്കും അത് സാധിച്ചു എന്നുള്ളത് മഹാപുണ്യമായി കരുതാണ്. പ്രതികൂലമായിരുന്നു കാലാവസ്ഥ എന്ന് ഒരു നിമിഷം തോന്നിയെങ്കിലും നാരായണനിൽ, മഹാദേവനിൽ, ബുദ്ധനിൽ, എല്ലാ ഈശ്വരന്മാരിലും വിശ്വസിച്ചുകൊണ്ട് ആ ആദി പരാശക്തി നൽകുന്ന ഊർജ്ജത്തെ മണിപ്പൂരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മല കയറി തുടങ്ങിയത്. അത് പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. ആ 108 തീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുവാനും ആ മുക്തികുണ്ഡത്തിൽ സ്നാനം ചെയ്യാനും സാധിച്ചു. ഇനി മുക്തിനാഥനായ ആ സാക്ഷാൽ നാരായണനെ ദർശിക്കുവാനുള്ള സമയമാവുകയാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി പറയാണ്. ഈ തീർത്ഥം ഹൃദയത്തിലാണ് നിറഞ്ഞു നിൽക്കുക. എല്ലാ കാലത്തും മനസ്സരസിൽ നിന്ന് എങ്ങനെയാണോ, മനസ്സരസിലെ തീർത്ഥസ്നാനം നമ്മളെ എങ്ങനെയാണോ ഉണർത്തിയത്, അതുപോലെ തന്നെ ഈ 108 തീർത്ഥവും നമ്മളെ ഉണർത്തുകയാണ്. ഈ പ്രകൃതിയിലെ സർവ്വ തീർത്ഥങ്ങളും ഇതുപോലെ മനുഷ്യനെ ഉണർത്താൻ പ്രാപ്തിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ നമുക്കാകട്ടെ. നിറഞ്ഞ ഹൃദയത്തോടുകൂടി, നിറഞ്ഞ കണ്ണുകളോടുകൂടി മുക്തിനാഥന തിരുമുന്നിൽ നിന്നുകൊണ്ട് 108 തീർത്ഥങ്ങളുടെ പുണ്യം നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. ഗോമുഖത്തു നിന്ന് വരുന്ന 108 തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തതിന് ശേഷം പിന്നീട് മുക്തിനാഥനെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യവും ലഭിച്ചു. മുക്തിനാഥ ദർശനം അകത്തേക്ക് ക്യാമറകൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് വാക്കുകൾ കൊണ്ട് പറയുകയാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം 3 തട്ടുകളുള്ള ശ്രീകോവിൽ. അതിൽ ആ ചുവപ്പും മഞ്ഞയും കൊണ്ടുള്ള അലങ്കാരങ്ങൾ മനോഹരമായിട്ടുണ്ട്. പുരി ജഗന്നാഥത്തിലെ രഥം എഴുന്നള്ളി നിൽക്കുകയാണെന്ന് തോന്നും പെട്ടെന്ന് കണ്ടാൽ ഈ ശ്രീകോവിൽ. അകത്ത് നാരായണന്റെ വലിയ വിഗ്രഹമാണുള്ളത്. എന്നാൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വിഗ്രഹമാണ്. കയ്യിൽ ശംഖും ചക്രവും ഏന്തിയിട്ടുണ്ട്. നാരായണന്റെ 2 വശങ്ങളിലായിട്ട്
ശ്രീദേവിക്കും ഭൂദേവിക്കും സാന്നിധ്യമുണ്ട്. തൊട്ട് താഴെയായിട്ട് ബുദ്ധനുമുണ്ട്. അങ്ങനെ ബുദ്ധനും നാരായണനും ഒരേ ശ്രീകോവിലിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി മുക്തിനാഥത്തിലുണ്ട്. കുളി കഴിഞ്ഞ് തൊഴൽ കഴിഞ്ഞ് ഇപ്പോൾ തണുത്ത കാറ്റ് നന്നായി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ആ കമ്പിളി വസ്ത്രങ്ങളെല്ലാം ധരിക്കേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. കാറ്റ് വീശാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തണുപ്പായി തുടങ്ങും. ഏതായാലും മുക്തിനാഥ ദർശനം മനോഹരമായി സാധ്യമായതിൻ്റെ സകല പുണ്യങ്ങളോടും കൂടി ആ മഹാഭാഗ്യത്തിന് ഈ പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ്. Moksha, Journey to the Self.